നിങ്ങൾക്കൊരു മകളുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ അവളെയായിട്ട് ഒരു നാട്ടിൽ വന്നിറങ്ങി. പെട്ടെന്ന് തന്നെ കുറച്ച് ആളുകൾ വന്ന് നിങ്ങളുടെ മകളെ പിടിച്ചു വെച്ച് അവൾ വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം ചെയ്യണമെന്ന് പറയാണ്. നിങ്ങൾ എന്തായിരിക്കും പിന്നെ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയിലെ നായകന് സംഭവിക്കുന്നത്. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നായകന് തരണം ചെയ്യാനായിട്ട് പറ്റിയോ എന്നെല്ലാമാണ് ഈ സിനിമയിൽ മുഴുവനും പറയാം. ഈ ഒരു വൺലൈൻ കേൾക്കുന്ന നേരം നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. കാരണം നമ്മൾ കണ്ടു പഴകിയ സിനിമയിലെല്ലാം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടാണ്. പക്ഷേ ഇത് കുറച്ച് മുന്നേ ഉള്ള സിനിമയാണ്. എന്നിരുന്നാലും ഈ സിനിമയിലെ ഹീറോ വലിയ പ്രശ്നങ്ങളെയാണ് നേരിടാനായിട്ട് പോകുന്നത്. അതെന്ത് പ്രശ്നമാണെന്ന് നമുക്ക് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. എനിക്കും സുഖം തന്നെ. എന്നാൽ പിന്നെ നമുക്ക് 1995 റിലീസ് ചെയ്ത നിക്ക് ഓഫ് ടൈം എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ തീവണ്ടിയിൽ നമ്മുടെ ഹീറോ മകളെയായിട്ട് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയുടെ പേര് വാട്സൺ എന്നാണ്. അവരെത്താറാവും നേരം രണ്ടുപേരും കൂടെ, മകളും ഹീറോയും കൂടെ പുറത്തേക്ക് നോക്കുന്ന നേരം എല്ലാവരും വളരെ ദരിദ്രരായിട്ടാണ് അവർക്ക് കാണാനായിട്ട് പറ്റുന്നത്. കഷ്ടപ്പെട്ട് തമ്മിൽ വഴക്കിട്ട് അങ്ങനെയെല്ലാം ജീവിക്കുന്ന ആളുകളെയാണ് അവർക്ക് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ അവർ ലോസ് ആഞ്ചലസിലെത്തി. അതേ സമയത്ത് തൊട്ടടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ജെയിംസ് ബോണ്ട് ആശാനും അവരുടെ കൂടെ തന്നെ ഒരു ലേഡിയും കൂടെ ആരെയോ തെരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അവർ കുറച്ച് ഉയരത്തിലെല്ലാം ചെന്ന് ആരെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അങ്ങോട്ട് ചക്ര ഷൂസിൽ കുറെ കുട്ടികൾ വരുന്നു. അവരാണെങ്കിൽ അവിടെ നിന്ന് വട്ടം ചുറ്റി ആളുകളെല്ലാം വളരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയല്ല, ചക്ര ഷൂസ്. എന്നിരുന്നാലും ഇത് കാണുന്ന ഒരു പോലീസുകാരൻ വന്ന് എല്ലാത്തിനോടും അവിടെ നിൽക്കാനായിട്ട് പറയുന്ന നേരം ഒറ്റൊന്നു പോലും പോലീസുകാരന് ഒരു വില കൊടുക്കുന്നില്ല. അവരൊക്കെ പോലീസുകാരോട് മുട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരവും നമ്മൾ നേരത്തെ കണ്ട ജെയിംസ് ബോണ്ട് ആശാനും ലേഡിയും കൂടെ ആരെയോ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് വയസ്സായിട്ടുള്ള ഒരു കപ്പിൾ അങ്ങോട്ട് വരുന്നത്. അവരാദ്യം തന്നെ അവരെ തിരഞ്ഞെടുത്താലോ എന്നെല്ലാം സംസാരിക്കും. അവരെ തിരഞ്ഞെടുത്താലോ എന്നെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ പ്രായമായിട്ടുള്ള ആളുകളായതുകൊണ്ട് വേണ്ടാന്ന് വെക്കും. അപ്പോഴാണ് കുറച്ച് അകലായിട്ട് മറ്റൊരു കപ്പിൾ നിൽക്കുന്നതാണ്. അവരാണെങ്കിൽ ചെറുപ്പക്കാർ. എന്നാൽ പിന്നെ അവരെന്നെ ആവട്ടെ എന്നും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെല്ലും. അതേ സമയത്താണ് നമ്മുടെ ഹീറോയും മകളും കൂടെ അതിൻ്റെ അകത്തേക്ക് ആ ഹാളിലേക്ക് കയറി വരുന്നത്. മകൾ നോക്കുന്ന നേരം നമ്മൾ നേരത്തെ കണ്ട കപ്പിളില്ലായിരുന്നോ, അവർ തമ്മിൽ കിസ് ചെയ്യാണ്. അത് കാണുന്ന നേരം അവൾ ചിരിക്കും. ഇത് കാണുന്ന ഹീറോ അവളോട് ചോദിക്കും, നീ എന്തിനാ ചിരിക്കുന്നത്? നീ ഇതിനു മുന്നേ ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന നേരം ഹീറോ ചോദിക്കും, ഞാനും അമ്മയും കൂടെ കിസ് ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതിന് അവൾ പറയും, ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ അവിടേക്ക് എത്തുന്ന കപ്പിളിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആശാനും ലേഡിയും കൂടെ അവരോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക അവർ വിദേശികളാണ്. അവർ മറ്റേതോ ഒരു ഭാഷയാണ് സംസാരിക്കുന്നത്. ചെയ്തിപ്പോൾ പൊല്ലാപ്പായാലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ നിൽക്കുമ്പോഴാണ് കുറച്ച് അകലെയായിട്ട് ഹീറോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. മകളുടെ ഒപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. അതേ സമയത്ത് സ്കേറ്റിംഗ് ബോർഡിൽ പോകുന്ന മാക്രികളില്ലായിരുന്നോ, അതിലൊരുത്തൻ മകളുടെ അടുത്ത് വന്ന് ഓരോന്ന് കളിയും ചിരിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം ഹീറോക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് അകന്നു പോന്ന് പറയും. എന്നാൽ അതിഷ്ടപ്പെടാത്തവൻ വീണ്ടും അവരുടെ മുന്നിൽ കൂടെ വന്ന് വീണ്ടും കളിയാക്കൊണ്ടിരിക്കുന്ന നേരം ഹീറോക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ വീണ്ടും വരുന്ന നേരം മുന്നിൽ കണ്ടിരുന്ന വേസ്റ്റ് ബിന്ന് അവൻ്റെ മുന്നിലേക്ക് തട്ടിയിട്ട് കൊടുക്കും. അവൻ അതിലും തട്ടിയിട്ട് താഴെ തെറിച്ച് വീഴുന്ന നേരം മകളോട് പറയും, നീ കണ്ടില്ലേ ചേട്ടന്മാർ വീണ് കിടക്കുന്നത്? അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞേ വണ്ടിയിൽ എപ്പോൾ പോകുന്ന നേരം ഹെൽമെറ്റ് വെക്കണമെന്ന്, മനസ്സിലായോ? അതും പറഞ്ഞോട് വരുന്ന നേരം നമ്മൾ നേരത്തെ കണ്ട ആശാനും ലേഡിക്കും ഹീറോയെ അങ്ങ് ബോധിച്ചു. അവർക്ക് എന്തിനാണെന്നറിയില്ല, എന്തായാലും ഹീറോ ഇഷ്ടപ്പെട്ടു. അങ്ങേര് പോലീസിന്റെ ബേഡ്ജും കാണിച്ച് ഹീറോയുടെ ID കാർഡ് ചോദിക്കും. ഹീറോ ID കാർഡെല്ലാം എടുത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആ ലേഡി ഇല്ലായിരുന്നോ, അവർ പെട്ടെന്ന് തന്നെ മകളെ എടുത്തുകൊണ്ട് നടക്കും. തൊട്ടു പിന്നാലെ തന്നെ ആശാൻ ഹീറോയും കൊണ്ട് ചെല്ലുകയും ചെയ്യും. എന്നാൽ ആ ലേഡി ഇല്ലായിരുന്നോ, പോകുന്ന വഴിക്ക് ഒരു കളറിംഗ് ബുക്കും കട്ടെടുത്താണ് പോകുന്നത്. അത് മകൾ കാണും. മകൾ ചോദിക്കുകയും ചെയ്യും. അതൊന്നും ഇവിടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നടക്കുക. അങ്ങനെ പുറത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ബ്ലാക്ക് വാനിലേക്ക് ഹീറോയെ കയറ്റിയിരുത്തും. അന്നേരം മകൾ പറയും, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്താണ് ഇരിക്കേണ്ടത്. അതിന് ഹീറോ പറയും, നീ പേടിക്കണ്ട, ഇവരെല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. അതെ, ഞങ്ങൾ നിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞുകൊണ്ട് ആ ലേഡി അവളുടെ ചെവിയിൽ ഒരു പാട്ട് വെച്ചെടുക്കും. ഒരു ഹെഡ്സെറ്റ് വെച്ച് പാട്ട് വെച്ചെടുക്കും. കൂടെ തന്നെ ആശാൻ കാറ് ലോക്ക് ചെയ്യുകയും ചെയ്യും. ഇത് കാണുന്ന ഹീറോ നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കും. എന്നാൽ ആശാൻ അതൊന്നും മെയിൻ ചെയ്യാതെ പോക്കറ്റിൽ നിന്ന് ഒരു ഗണ്ണ് എടുക്കുന്ന നേരം ഹീറോ പെട്ടെന്ന് തന്നെ മകളോട് നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് തിരിയുന്ന നേരം അങ്ങനെ ആ ഗണ്ണ് വെച്ച് ഹീറോയുടെ മുട്ടിനിട്ട് ഒരൊറ്റ അടിയാണ്. അത് കിട്ടുമ്പോൾ തന്നെ ഹീറോക്ക് മനസ്സിലായി എനിക്ക് പെട്ടെന്നൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല എന്ന്. എന്നാൽ അങ്ങനെ ഒരൊറ്റ അടി കൂടെ കൊടുക്കും. അതിൽ തന്നെ ഹീറോയുടെ മുട്ട് നല്ലപോലെ വേദനാവും. കൂടെ തന്നെ ഹീറോയുടെ കയ്യിലേക്ക് ഒരു എൻവലപ്പ് വെച്ച് കൊടുത്തോണ്ട് പറയും, ഇതിനകത്തൊരു ലേഡിയുടെ ഫോട്ടോ ഉണ്ട്. ഇന്ന് അവൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നും ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അവൾ ഇപ്പോഴുള്ളത് ബോണവെഞ്ചർ എന്ന ഹോട്ടലിലാണ്. ദേ ഇവിടെ തന്നെയാണ്, കൂടുതൽ ദൂരമൊന്നുമില്ല, ഒരു ടാക്സി വിളിച്ച് പോകാനുള്ളതേ ഉള്ളൂ. നീ അവിടെ ചെന്ന് അവളെ കൊല്ലണം. ഇല്ല, അതൊരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന നേരം അങ്ങനെ പറയും, നീ എന്തായാലും ചെയ്യും വാട്സൺ, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. ഇപ്പം സമയം 1:16. 1:30 ആകുമ്പോഴേക്ക് നീ അവളെ കൊന്നിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ മകൾ നിന്റെ കൂടെ ഉണ്ടാവില്ല. നിനക്ക് പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ലേ? മകളാണെങ്കിൽ പാവം ഇതൊന്നും അറിയാതെ പിന്നിൽ പാട്ടും കേട്ടോണ്ടിരിക്കുകയാണ്. ഹീറോക്ക് മനസ്സിലായി കൂടുതൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മകൾ എന്തായാലും മരണപ്പെടും, അല്ലെങ്കിൽ ഞാൻ തന്നെ മരണപ്പെടുമെന്ന് ഹീറോക്ക് അറിയാം. എന്നിട്ട് ആശാൻ നേരത്തെ എടുത്തിരുന്ന ഗണ്ണില്ലായിരുന്നോ, അതൊരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഹീറോയുടെ പോക്കറ്റിൽ വെച്ച് കൊടുത്ത് ഹീറോയെ പുറത്തേക്ക് ഇറക്കും. കൂടെ തന്നെ കുറച്ച് ബുള്ളറ്റും കാശും വെച്ച് കൊടുക്കും. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ പരിപാടി നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയെ അങ്ങേര് മുന്നിൽ നടത്തും. കുറച്ച് മുന്നിലേക്ക് പോകുന്ന ഹീറോ തിരിഞ്ഞു
തിരിഞ്ഞു നോക്കുന്നേരം ആ വേനും ആശാനും ലേഡിയും ആരും അവിടെ ഇല്ല. പെട്ടെന്നാണ് ഹീറോയുടെ മകളെപ്പോലെയുള്ളൊരു കുട്ടി ഹീറോയുടെ മുന്നിലേക്ക് വന്ന് പെടുന്നത്. മറ്റേതോ ഒരു ചേച്ചിയുടെ മകളാണിത്. എന്തായാലും ഹീറോക്ക് അവളെ കാണുമ്പോൾ തന്നെ മകളെയാണ് ഓർമ്മ വരിക. ഈ ഒരു പരിപാടി ഒരിക്കലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ഹീറോ പെട്ടെന്ന് തന്നെ മുന്നിൽ കാണുന്ന ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെല്ലും. ആ പോലീസുകാരൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് തൊട്ട് പിന്നീട് തന്നെ ആശാൻ വന്ന് നിൽക്കുന്നത്. അത് കാണുന്ന ഹീറോ ഞാൻ ടാക്സി വിളിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരുടെ അടുത്തേക്ക് ചെല്ലും. അങ്ങേര് പറയും നീ ടാക്സി എല്ലാം വിളിച്ചോ, അതെ ഇവിടുന്ന് വിളിച്ചാൽ മതി, വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നോട് പറഞ്ഞ പരിപാടി അതുപോലെ തന്നെ ചെയ്യാം, അതാണ് നിന്റെ ജോലി. നീ എന്റെ കണ്ണ് വെട്ടിച്ച് പോകാന്നൊന്നും വിചാരിക്കേണ്ട, ഞാൻ നിന്റെ പിന്നിൽ തന്നെ ഉണ്ടാകും. വേറൊരു വഴിയില്ലാതെ ഹീറോ തൊട്ട് മുന്നിലായിട്ട് കണ്ട ഒരു ടാക്സി വിളിച്ച് അതിൽ കയറിയിട്ട് നേരെ ബോണവെഞ്ചർ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടാക്സി ഡ്രൈവർ ഹീറോയോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഹീറോക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങേര് ഭാര്യയെക്കുറിച്ച് വരെ ഹീറോയുടെ ഭാര്യയെക്കുറിച്ച് വരെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അങ്ങേര് കേൾക്കുന്ന പോലുമില്ല, ഹീറോ കേൾക്കുന്ന പോലുമില്ല. പെട്ടെന്ന് തന്നെ ഹീറോ എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ടെന്ന് പറയും. അങ്ങേര് എന്താന്ന് ചോദിക്കുമ്പോഴേക്കാണ് ആശാന്റെ ബ്ലാക്ക് വാനിലായിരുന്നോ അത് വന്ന് അവരുടെ ടാക്സിക്ക് ഒരു ഒറ്റ ഇടി ഇടിക്കുന്നത്. ആശാൻ അതിൽ നിന്ന് കാണിക്കുന്നുണ്ട് നീ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് നിന്നാ നിന്റെ മകളെ ഞാൻ കൊന്നു കളയുന്നു. അത് കാണുന്ന ഹീറോ അങ്ങേരോട് പിന്നെ ഒന്നും സംസാരിക്കില്ല. അങ്ങനെ വണ്ടി നേരെ ബോണവെഞ്ചർ ഹോട്ടലിന്റെ മുന്നിൽ വന്ന് നിർത്തും. അങ്ങേര് ചോദിക്കും നിങ്ങളുടെ പ്രശ്നം എന്താ, എനിക്ക് കാശ് തരാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലുമുള്ള പ്രശ്നമാണോ? ഏയ് അതൊന്നും അല്ല എന്ന് പറഞ്ഞ് ഹീറോ പിന്നിലേക്ക് നോക്കുന്നേരം ആശാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങേരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്ന ഹീറോയുടെ കാർഡ് എടുക്കും. ആളൊരു അക്കൗണ്ടന്റ് ആണ്, അതിന്റെ കാർഡാണ് കയ്യിലുള്ളത്. അതിന്റെ തൊട്ടു പിന്നിൽ തന്നെ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. എന്നിട്ട് അങ്ങേർക്ക് കൊടുക്കാനുള്ള കാശിന്റെ കൂട്ടത്തിൽ തന്നെ ഈ കാർഡും വെച്ച് കൊടുത്ത് ഹീറോ പുറത്തേക്ക് ഇറങ്ങും. ഡ്രൈവർ ആണെങ്കിൽ ഈ കാർഡിൽ ഇതെന്താണെന്ന് അറിയാനായിട്ട് നോക്കുന്നേരം ഹീറോയുടെ പേരും കൂടെ തന്നെ അക്കൗണ്ടന്റ് ആണെന്നുള്ളതാണ് കാണുക. ഇങ്ങനെ വിചാരിക്കും എനിക്കെന്തിനാ ഒരു അക്കൗണ്ടിന്റെ കാർഡൊക്കെ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങേര് അതും എറിഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പോവുക. ഹീറോക്ക് മനസ്സിലായി ഇനി ഒന്നും ചെയ്തൊരു കാര്യമില്ല, പെട്ട് കഴിഞ്ഞു എന്ന്. അപ്പൊ തന്നെ ആശാൻ ഹീറോയും കൊണ്ട് ആ ഹോട്ടലിനകത്തേക്ക് നടക്കും. അകത്തേക്ക് ചെല്ലുന്നേരം ഒരു വലിയ പെരുത്തൊരു ഹോട്ടല്. അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഹീറോയെ ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അന്നേരമാണ് അവിടുന്ന് കുറച്ച് ശബ്ദമെല്ലാം കേൾക്കുന്ന ഹീറോ കുറച്ച് മേലേക്ക് നോക്കുന്നത്. അപ്പോഴുണ്ട് അവിടുത്തെ ജോലിക്കാരെല്ലാവരും കൂടെ ഒരു വലിയ ഫ്ലക്സ് അവിടേക്ക് താഴ്ത്തി തുറക്കുന്നു. അതിൽ കാണുന്ന ഫോട്ടോ ഈ നാടിന്റെ ഗവർണറുടെ ഫോട്ടോയാണ്. ഗവർണർ ഇന്നിങ്ങോട്ട് വരാനായിട്ട് പോവുകയാണ്. പരിപാടി എന്താന്ന് വെച്ചാൽ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അവരുടെ നാട്ടിലുണ്ടായിരുന്ന ഗവർണർ ഒന്നുകൂടെ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പ്രചരണ പരിപാടികൾക്കായിട്ടെല്ലാം മേയർ ഇന്ന് ഇവിടെ തന്നെ ഉണ്ടാകും. മേയർ അല്ല ഗവർണർ ഇന്ന് ഇവിടെ തന്നെ ഉണ്ടാകും. ഇതെല്ലാം കണ്ട് പേടിക്കുന്ന ഹീറോ കയ്യിലുണ്ടായിരുന്ന എൻവലപ്പ് തുറന്നു നോക്കുന്നേരം ആ എൻവലപ്പിൽ ഗവർണറുടെ ഫോട്ടോയാണുള്ളത്. ഗവർണറെയാണ് ഇന്ന് ഹീറോ കൊല്ലാനായിട്ട് പോകുന്നത്. നോക്കുന്നേരം ആശാൻ ഓരോ മുക്കിലും മൂലയിലുമായിട്ട് നിൽക്കുന്നുണ്ട്. ഹീറോ കൂടുതൽ റിസ്ക് ഒന്നും എടുക്കാതെ അവിടെ ഉണ്ടായിരുന്ന ആളോട് ഇപ്പൊ ഗവർണർ എവിടെയാണെന്ന് ചോദിക്കുന്നേരം മേലെ 3-ാം നിലയിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ മേലെ കയറുന്ന ഹീറോക്ക് ഇപ്പൊ പേടി കുറച്ചുകൂടെ അധികമായിട്ടുണ്ട്. കാലെല്ലാം വിറച്ച് വരുന്ന ആളുകളെല്ലാം ഇടിച്ചുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. അങ്ങനെ മേലെയുള്ള നിലയിൽ എത്തുമ്പോഴാണ് മനസ്സിലാവുക ഗവർണർ ഭക്ഷണമെല്ലാം കഴിച്ചോണ്ട് അവിടുന്ന് പോയി. ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ എന്നും വിചാരിച്ച് തിരിയുന്നേരാണ് തൊട്ടു പിന്നിൽ തന്നെ ആശാൻ വന്ന് നിൽക്കുന്നത്. ഗവർണർ ഇപ്പൊ എവിടെയാന്ന് നിന്റെ എൻവലപ്പ് എടുത്ത് നോക്കുന്ന പറയുന്നേരം ഹീറോ അത് നോക്കുന്നേരം 35-ാമത്തെ നിലയിൽ ഒരു സ്പീച്ച് പറയാനായിട്ട് ഇപ്പൊ ഗവർണർ പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെന്നോന്ന് പറയുന്നേരം ഹീറോ പറയും എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ആ എൻവലപ്പിൽ തന്നെ ഹീറോയുടെ പേരുണ്ടായിരുന്ന ഒരു ബേഡ്ജ് അതെടുത്ത് ഹീറോയുടെ നെഞ്ചത്ത് വെച്ചു കൊടുക്കും. ഇപ്പം നീ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയാണ്, ധൈര്യമായിട്ട് തന്നെ പൊക്കോന്ന് പറയും. അങ്ങനെ ഹീറോ പേടിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നേരം ലിഫ്റ്റിൽ കയറാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നേരം ഗവർണറും പരിവാരങ്ങളും അതിലെ നടന്നു പോകുന്നുണ്ട്. ഹീറോയുടെ നെഞ്ചത്തുണ്ടായിരുന്ന ബേഡ്ജ് കാണുമ്പോൾ തന്നെ ഗവർണർ ഹീറോയുടെ ചെറിയൊരു പുഞ്ചിരിയെല്ലാം പാസ്സാക്കിയിട്ടാണ് പോവുക. അങ്ങനെ അവർ ലിഫ്റ്റിൽ ചെന്ന് കയറുന്നേരം ഹീറോ തൊട്ടു പിന്നാലെ തന്നെ ഓടി വന്ന് ലിഫ്റ്റിലേക്ക് ചാടി കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ ബോഡി ഗാർഡ് പറയും ഇതിൽ കയറാൻ പറ്റില്ല, നിങ്ങൾ അടുത്തത് പിടിച്ചോളൂ. എന്നാൽ ഗവർണർ പറയും ഹേയ് അവന്റെ ബേഡ്ജ് കണ്ടില്ലേ, അവൻ ക്ഷണിക്കപ്പെട്ട ആളാണ്, അവൻ ഇങ്ങോട്ട് കയറ്റി വിടുന്ന് പറയുന്ന നേരം ഹീറോ അതിനകത്തേക്ക് കയറി വന്ന് നിൽക്കും. അങ്ങനെ ലിഫ്റ്റ് മേലേക്ക് പോകുന്ന നേരം ഹീറോ വളരെ പേടിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ മെല്ലെ മെല്ലെ ഗവർണറോട് പറയും എനിക്കും എൻ്റെ മകൾക്കും നിങ്ങളുടെ ഒരു സഹായം വേണം. എന്നാൽ പെട്ടെന്നാണ് അടുത്ത നിലയിൽ വെച്ച് ആശാൻ ലിഫ്റ്റിലേക്ക് കയറി വരുന്നത്. ഇത് കാണുന്ന ഹീറോക്ക് പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഗവർണർ ചോദിക്കും നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും എന്താ വേണ്ടത്? ആകെ പെട്ടെന്ന് വിചാരിച്ച് നിൽക്കുന്ന വാട്സൺ പറയും എൻ്റെ മകൾക്ക് നിങ്ങളുടെ ഒരു ഓട്ടോഗ്രാഫ് വേണം. ഇത് കേൾക്കുന്നവർ ഓട്ടോഗ്രാഫോ, എൻ്റെതോ, ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞ് ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന എൻവലപ്പ് വാങ്ങിയിട്ട് അതിൽ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം ആശാൻ കാണിക്കുന്നുണ്ട് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ. ഹീറോ പേടിച്ചുകൊണ്ട് ഗണ്ണിലേക്ക് കൈ വെക്കുന്നേരം അതാണെങ്കിൽ അവരുടെ ബോഡി ഗാർഡ് സ്പോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടുതൽ അവർക്ക് ചിന്തിച്ചിരിക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ അവർ 35-ാം നിലയിലെത്തി. ഗവർണർ പുറത്തേക്ക് ഇറങ്ങി. ഇത് കാണുന്ന ആശാൻ ദേഷ്യത്തിലെ ലിഫ്റ്റ് അടയുന്നേരം നീ എന്ത് കോപ്പാടോ കാണിച്ച, നിനക്ക് ഇപ്പൊ തന്നെ അവരെ കൊന്നൂടായിരുന്നോ? അതിന് ഹീറോ എന്റെ കയ്യിൽ ഗണ്ണുണ്ടെങ്കിലും അതിൽ ബുള്ളറ്റ് ഇല്ല. അത് കേൾക്കുന്ന അങ്ങേര് ഹീറോയുടെ കയ്യിൽ നിന്ന് ബുള്ളറ്റ് എല്ലാം വാങ്ങി ഗണ്ണിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. ഇനി അടുത്ത ചാൻസ് മിസ് ചെയ്യരുത്. അങ്ങനെ താഴെ ഹീറോയെ ലോബിയിലേക്ക് ഇറക്കി കൊടുക്കുന്നേരം ഒരു ക്യാമറാമാൻ ഉണ്ട് ഹീറോയെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങേര് ഇത് എന്തിനാണ് ഹീറോയെ ഷൂട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും ഹീറോ നേരെ വാഷ്റൂമിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു ഷൂ പോളിഷ് ചെയ്യുന്ന ആള്
എന്താ നിങ്ങളുടെ മുഖം ഇന്ന് വളരെ ഡള്ളായിരിക്കുന്നത്, ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ഷൂ പോളിഷ് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കും. ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഹീറോക്ക് എന്ത് ഷൂസിന് പോളിഷ്, അതൊന്നും മെയിൻ്റെ ചെയ്യില്ല. അതേ സമയത്ത് പുറത്ത് കറുത്ത വാനില് ഹീറോയുടെ മകളെയായിട്ട് ആ ലേഡി ഇരിക്കുന്നുണ്ട്. മകളാണെങ്കിൽ ആ ലേഡി കട്ടെടുത്തോണ്ട് വന്നിരുന്ന ബുക്കിൽ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്കറിയില്ലല്ലോ അച്ഛൻ വലിയൊരു പാടുപെടാനായിട്ടാണ് പോണേന്ന്. ഇവിടെ വാഷ്റൂമിൽ നിൽക്കുന്ന ഹീറോ കണ്ണാടി കൂടെ നോക്കുന്നേരം തൊട്ടു പിന്നിലായിട്ട് ഒരു ഫോൺ കാണുന്നുണ്ട്, ടെലഫോൺ കാണുന്നുണ്ട്. അതിലെന്തേലും കോൾ ചെയ്ത് ആരെ അറിയിക്കാമെന്ന് വിചാരിച്ച് തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ആശാൻ അകത്തേക്ക് കയറി വന്ന് അതൊരൊറ്റ പൊട്ടിയിൽ പൊട്ടിക്കുന്നത്. എന്തായാലും നിന്റെ മുഖം കഴുകലെല്ലാം കഴിഞ്ഞില്ലേ, പുറത്തേക്ക് വടമെന്ന് പറഞ്ഞ് ഹീറോയും കൂട്ടി പുറത്തേക്ക് വരുന്നവരാണ് നേരത്തെ കണ്ടിരുന്ന ഷൂ പോളിഷ് ചെയ്യുന്ന ആളില്ലായിരുന്നോ അങ്ങനെ ഒന്നുകൂടെ ഹീറോയെ വിളിക്കുക. എന്നാൽ ഇത്തവണ ഹീറോ നേരെ അങ്ങേരുടെ കടയിലേക്ക് കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സീറ്റിൽ കയറിയിരിക്കും, ഷൂ പോളിഷ് ചെയ്യാനായിട്ട് ഇരിക്കും. പോളിഷർ ആണെങ്കിൽ പോളിഷ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഹീറോയോട് നിങ്ങളുടെ ജോലി എന്താന്ന് ചോദിക്കും. ഹീറോ ടെൻഷനിൽ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ വീണ്ടും ചോദിക്കുന്ന നേരം ഞാനൊരു അക്കൗണ്ടന്റ് ആണെന്ന് പറയും. എന്നാൽ ഹീറോ വളരെ ടെൻഷനിൽ അത് പറയുന്നത് കേൾക്കുന്ന അങ്ങേര് വിചാരിക്കുക ഹീറോക്ക് ഈ ജോലി ഇഷ്ടമല്ല എന്നാണ്. അങ്ങേര് പെരുത്ത മോട്ടിവേഷൻ ആണ് പിന്നെ കൊടുക്കുന്നത്. അതിന്റെ ഇടയിൽ ഹീറോ എൻവലപ്പ് നോക്കുന്ന നേരം ഇനി ഗവർണർ 4ാമത്തെ നിലയിൽ ഒരു സ്പീച്ച് പറയാനായിട്ട് വരുന്നുണ്ട്. ഇനി അങ്ങോട്ടാണ് നമ്മുടെ ആൾക്ക് ചെല്ലേണ്ടത്. പുറത്തേക്ക് നോക്കുന്ന നേരം കുറച്ച് അകലെയായിട്ട് ആശ നിൽക്കുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ആള് ആ പോളിഷർ ചേട്ടനോട് പറയും എനിക്കും എൻ്റെ മകൾക്കും നിങ്ങളുടെ ഒരു സഹായം വേണം, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങേർക്കാണെങ്കിൽ നല്ലപോലെ ചെവി എടുക്കുന്നില്ല. ഒന്നുകൂടെ ഉറക്കെ പറയുമോ എന്ന് ചോദിക്കുന്ന നേരം ഹീറോ കുറച്ചുകൂടെ ശബ്ദത്തിൽ അങ്ങേരോട് ചോദിക്കും. എന്നാൽ അങ്ങേർക്ക് ഇപ്പോഴും കേൾക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങേര് പറയും അതെ നിങ്ങളുടെ ഷൂസ് വളരെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, നല്ല ഇരുമ്പ് പോലെയുണ്ട്, അതൊന്നും നമുക്ക് ഉടച്ചെടുക്കാം, ആദ്യം തന്നെ നമുക്ക് പോളിഷ് ചെയ്താൽ പോരെ. എന്നാൽ ദൂരെ നിൽക്കുന്ന ആശാന് മനസ്സിലായി ഇവിടെ എന്തോ ഒരു കഥ പറച്ചിൽ നടക്കുന്നുണ്ടെന്ന്. അങ്ങേര് അങ്ങോട്ട് വരുമ്പോഴേക്ക് ഹീറോ ഇറങ്ങിയിട്ട് അങ്ങേരോട് പറയും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പുറത്തൊരു വാനുണ്ട്, അതിലെൻ്റെ മകളുണ്ട്, അവളെ നിങ്ങൾ രക്ഷിക്കണം. അന്നേരം ആശാൻ നിനക്ക് തീരെ സമയമല്ല, പെട്ടെന്ന് തന്നെ പണി തീർക്കണമെന്നും പറഞ്ഞ് ഹീറോയെ തള്ളിവിട്ട് പിന്നിൽ നിൽക്കുന്ന ഷൂ പോളിഷ് ചെയ്യുന്ന ചേട്ടനെ സംശയത്തിൽ നോക്കും. എന്നാൽ അങ്ങേര് കാര്യം അറിഞ്ഞ മട്ടൊന്നുമില്ല. എന്നാൽ ഇവിടുന്ന് ആശാന്റെ കണ്ണ് വെട്ടിച്ച് വരുന്ന ഹീറോ ആണെങ്കിൽ പുറത്തേക്ക് നോക്കുന്ന നേരം മകൾ ഇരിക്കുന്ന വാനാണ് കാണുന്നത്. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കില്ല. ആ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി റോഡ് ഓടിച്ചെന്ന് ക്രോസ് ചെയ്ത് ആ വാനിന്റെ ഡോർ തുറന്ന് പെട്ടെന്ന് തന്നെ ഗണ്ണ് വെക്കും. എന്നാൽ അതിനകത്ത് ആ ലേഡി മകളെ സീറ്റിൽ ഉറക്കി കിടത്തി സീറ്റിന്റെ തൊട്ടു പിന്നിലായിട്ട് ഗണ്ണ് വെച്ച് നിൽക്കുകയാണ്. ഹീറോ ഷൂട്ട് ചെയ്താൽ അത് കൊണ്ടില്ലെങ്കിൽ അവള് മകളെ ഷൂട്ട് ചെയ്യും. കാര്യങ്ങളൊന്നും കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ അവൾ ഹീറോയെ പെരുത്തൊരു മിരട്ടലങ്ങ് മിരട്ടും. നിന്റെ ഷോട്ട് എനിക്ക് കൊണ്ടില്ലെങ്കിൽ നിന്റെ മകള് തട്ടിപ്പോകുന്നെല്ലാം പറഞ്ഞ് ഹീറോയെ ഞെട്ടിക്കും. എന്നാൽ കാര്യങ്ങൾ അത്രക്കങ്ങ് എളുപ്പമല്ലാന്ന് മനസ്സിലാവുന്ന ഹീറോ പിന്നെ കൂടുതൽ അവിടെ ഒന്നും നിൽക്കില്ല, തിരിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് തന്നെയാണ് ചെല്ലുക. ആശാനാണെങ്കിൽ അവിടെ ഹീറോയെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ആളെ കാണുമ്പോൾ തന്നെ എന്നാ പിന്നെ 4ാമത്തെ നിലയിലേക്ക് പോയിക്കോന്ന് പറയും. അങ്ങനെ നമ്മുടെ ആള് നേരെ 4ാമത്തെ നിലയിലേക്ക് വരും. അവിടെയാണെങ്കിൽ കുറച്ച് വലിയ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. വമ്പൻ സെക്യൂരിറ്റിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഹീറോക്കറിയില്ല ഇവിടെ വമ്പൻ സെക്യൂരിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം. അകത്തേക്ക് കയറാൻ അവിടെയുള്ള ലൈനിൽ വന്ന് നിൽക്കുമ്പോഴാണ് അവിടെ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ആളുകളെല്ലാം ചെക്ക് ചെയ്യുന്ന കാണാം. എന്നാൽ ഈ ഗണ്ണുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ ശരിയാവില്ലല്ലോ. നമ്മുടെ ആൾ മെല്ലെ തിരിഞ്ഞ് നടക്കാൻ നോക്കുന്ന നേരം ആ സെക്യൂരിറ്റി വിളിച്ച് പറയും നിങ്ങൾക്ക് തിരക്കൊന്നും പ്രശ്നമല്ല, നിങ്ങൾ ലൈനിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോരൂ. എന്തായാലും പെട്ടു എന്ന് മനസ്സിലായി. ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല. ഇനി അവിടെ നിന്ന് ഓടിപ്പോവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവിടെയുള്ളവർ വന്ന് പിടിക്കുകയും ചെയ്യും. വേറെ ഒരു വഴിയുമില്ലാതെ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ഹീറോ ചെല്ലും. അങ്ങനെ അയാൾ ഹീറോയുടെ ഒരു സൈഡ് ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം അവിടെ ഗണ്ണില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നമൊന്നുമില്ല. എന്നാൽ അടുത്ത സൈഡിലാണ് ഗണ്ണുള്ളത്. എന്നാൽ ഗണ്ണിന്റെ അടുത്തെത്തുന്ന നേരം അങ്ങനെ ആ മെറ്റൽ ഡിറ്റക്ടർ ഓഫ് ചെയ്ത് കളയും. എന്നിട്ട് ഹീറോയോട് നിങ്ങൾ സേഫാണ്, അകത്തേക്ക് കയറിക്കൊള്ളാനായിട്ട് പറയുന്ന നേരം ഹീറോക്ക് മനസ്സിലായി ഇവിടെയുള്ള ആളുകളെല്ലാവരും ഗവർണറെ കൊല്ലാനായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഇത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് ഹീറോയുടെ ഉള്ളിൽ. അപ്പോഴാണ് കുറച്ച് അകലെയായിട്ട് മറ്റൊരു സെക്യൂരിറ്റി നിൽക്കുന്നത് കാണാം. ഹീറോ നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്ന നേരം പെട്ടെന്നാണ് ആശാൻ മുന്നിലേക്ക് വരിക. നീ ഇതെങ്ങോട്ടാണ് പോകുന്നത്, നിന്നോട് പറഞ്ഞ പണി എടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരും ഹീറോക്കറിയാം ചുറ്റും ഇഷ്ടം പോലെ ആളുകളുണ്ട്, ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അങ്ങേർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പെട്ടെന്ന് തന്നെ അങ്ങേരുടെ കയ്യിൽ നിന്ന് വാക്കി ടോക്കി വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ആ ഗാർഡിന്റെ അടുത്ത് ചെന്ന് പറയും ഇങ്ങരുടെ കയ്യിൽ ഗണ്ണുണ്ട്, ഇതിനകത്തേക്ക് ഇങ്ങനെ ഗണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെ ആരെയോ കൊല്ലാനായിട്ട് പോവാണ്. എന്നാൽ ഗാർഡ് പറയും മിസ്റ്റർ വാട്സൺ നിങ്ങളും അതിനൊക്കെ തന്നെയല്ലേ ഇതിനകത്തേക്ക് വന്നേ. അപ്പോഴാണ് മനസ്സിലാവുക അങ്ങേരും ഗവർണറെ കൊല്ലാനായിട്ട് വന്ന ആളുകളിൽ ഒരാളാണ്. അങ്ങേരാണെങ്കിൽ നേരെ ആശാന്റെ അടുത്ത് ചെന്ന് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടടോ എന്ന് ചോദിച്ച് മറ്റൊരു വാക്കി ടോക്കിയും ആശാന്റെ കയ്യിൽ വെച്ച് കൊടുത്ത് അവിടുന്ന് പോകും. ആശാനാണെങ്കിൽ നമ്മുടെ ആളുടെ അടുത്ത് വന്ന് നീ എന്താടാ വിചാരിച്ചേ ഇവിടുന്ന് സിമ്പിളായിട്ട് രക്ഷപ്പെടാമെന്നോ, ഇവിടെ ഒരുത്തനെയും നിനക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല, എൻ്റെ നിക്കർ ഒരു വെയിലത്ത് കൊണ്ടിടാന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല, നിനക്കൊണ്ട് അതിന് പറ്റില്ല. കൂടെ തന്നെ ഹീറോയെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് ഭീഷണിപ്പെടുത്താനായിട്ട് അങ്ങൊരു വലിയൊരു കഥയും പറഞ്ഞു കൊടുക്കും. ഇതിനു മുന്നേ ആരോ ഒരാളെ ഇതുപോലൊരു പരിപാടി പറഞ്ഞ് ഏൽപ്പിച്ചപ്പോൾ അവരിതൊന്നും ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഈ ആശാൻ അങ്ങേരെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു എന്നുള്ള വലിയൊരു കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഗവർണറും പരിവാരങ്ങളും എല്ലാം അവിടെ എത്തി. ഹീറോ വേറെ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ കൊല്ലാനായിട്ട് അവരുടെ തൊട്ട് പിന്നാലെ ചെല്ലും. ഗവർണർ ആണെങ്കിൽ സ്റ്റേജിലേക്ക് കയറിയിട്ടില്ല, തൊട്ട് താഴെയായിട്ട് നിൽക്കുകയാണ്. മെല്ലെ പോക്കറ്റിലേക്ക് കൈവച്ച് ഗണ്ണെടുക്കാൻ നിൽക്കുമ്പോഴാണ് ഗവർണറുടെ അസിസ്റ്റന്റ് നിങ്ങൾ നേരത്തെ ലിഫ്റ്റിൽ നിന്ന് കണ്ടില്ലേ, നിങ്ങളെന്താ ഓക്കെ അല്ലെന്ന് ചോദിക്കും. ഹീറോ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യും. എന്നാൽ ഹീറോ അടുത്ത സെക്കൻഡിൽ അവളുടെ വയറ്റിൽ ഗണ്ണ് വെക്കും. അത് കണ്ട് അവൾ പേടിക്കും. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ചുറ്റും ആളുകളുണ്ടെന്ന് പറയും. അതിന് ഹീറോ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ എന്ത് വേണേലും ചെയ്തോന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് സ്റ്റേജിന്റെ കുറച്ച് സൈഡിലായിട്ട് മാറി നിൽക്കും. എന്നാൽ അവർ ഇങ്ങോട്ട് മാറി വന്ന
വന്നത് ആശാനൊന്നും അറിഞ്ഞിട്ടില്ല. ഹീറോ അവളോട് പറയും, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ മകളെ കുറച്ച് പേര് തട്ടിയെടുത്തു. എനിക്ക് അവളെ തിരിച്ചു കിട്ടണമെങ്കിൽ ഞാൻ ഈ ഗവർണറെ ഷൂട്ട് ചെയ്ത് കൊല്ലണം. പക്ഷേ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എങ്ങനെയും ഇതിൽ നിന്ന് ഊരി വന്നാൽ മതി. അതിന് അവൾ പറയും, എന്നാൽ പിന്നെ നമുക്ക് സെക്യൂരിറ്റിയോടൊക്കെ ആദ്യം പറയാം, അതല്ല ആദ്യം വേണ്ടേ. അതിന് ഹീറോ, ഈ സെക്യൂരിറ്റികൾ വരെയാണ് അവരെ കൊല്ലാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. ഇതിൽ ആര് വിശ്വസിക്കണമെന്ന് പോലും അറിയില്ല. ഹീറോ ഇങ്ങനെയെല്ലാം അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് ഹീറോയെ അത്രക്കങ്ങ് വിശ്വാസമായിട്ടില്ല. പെട്ടെന്നൊരാൾ കയറി വന്ന് ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആർക്കെങ്കിലും വിശ്വാസം വരുമോ? അവൾ പറയും, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അതിന് ഹീറോ ഗൺ അവളുടെ കയ്യിലേക്ക് വെച്ചെടുക്കും. അത് കാണുന്ന നേരം അവൾക്ക് കാര്യത്തിന്റെ ഗൗരവം ഏറെക്കുറെയൊക്കെ മനസ്സിലായി. അവൾ പറയും, നമുക്ക് ആരെങ്കിലും ഒരാളെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗവർണറുടെ ഭർത്താവാണ്, നമുക്ക് അവരോട് പോയി പറയാം. അതേസമയത്ത് ഇവിടെ ആശാൻ ഹീറോയെ എത്രയൊക്കെ തെരഞ്ഞിട്ടും കാണുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു ക്യാമറാമാൻ ഇല്ലായിരുന്നോ, അങ്ങേരോട് ചോദിക്കുക അവൻ എവിടെ പോയെന്ന്. അങ്ങേര് കാണിച്ചു കൊടുക്കും, ദേ പോണവൻ. നോക്കുന്നേരണ്ട് ഹീറോ അസിസ്റ്റന്റിന്റെ കൂടെ ലിഫ്റ്റിൽ മേലേക്ക് പോകുന്നു. അത് കാണുന്ന അങ്ങേര് പെട്ടെന്ന് തന്നെ ഹീറോയുടെ പിന്നാലെ വെച്ച് പിടിക്കും. ഇവിടെ നമ്മുടെ ആൾക്കാർ രണ്ടുപേരും കെട്ടിയോന്റെ റൂമിന്റെ മുന്നിലെത്തി. അവിടെയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്. പക്ഷെ ഇവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവർ നേരെ റൂമിലേക്ക് കയറി ചെല്ലും. അങ്ങനെ കെട്ടിയോനെ കാണുമ്പോൾ തന്നെ ഹീറോയും അസിസ്റ്റന്റും കൂടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നാൽ അങ്ങേര് ചോദിക്കും, ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന് ഹീറോ പറയും, കുറച്ച് പേര് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഇതെല്ലാം ചെയ്യുന്നത്. അതേ സമയത്താണ് കുറച്ച് പ്രായമായൊരു വ്യക്തി അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങേരും കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിയുന്ന നേരം അവളോട് ചോദിക്കും, അല്ല ഇവനെപ്പോലും ഒരു തന്നെ നീ എന്തിനാണ് വിശ്വസിച്ചതെന്ന്. അതിന് അവൾ പറയും, ഇവന്റെ കയ്യിലൊരു ഗണ്ണുണ്ടായിരുന്നു, ഇവൻ മേലേക്ക് ഗണ്ണുമായിട്ടാണ് വന്നത്. അങ്ങനെ ആ ഗണ്ണ് കാണിച്ചു കൊടുക്കുന്ന നേരം അങ്ങേര് ചോദിക്കും, ഇതിപ്പോൾ ഒറിജിനൽ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? കണ്ടിട്ട് ഒറിജിനൽ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് ആ റൂമിലേക്ക് ആശാൻ കയറി വരുന്നത്. ഇത് കാണുന്ന ഹീറോ ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അന്നേരം ആ പ്രായമായ മനുഷ്യൻ ആശാന്റെ കയ്യിൽ ഗണ്ണ് കൊടുത്ത് ഇത് ഒറിജിനൽ ആണോ എന്ന് ചോദിക്കും. അതിനങ്ങേര് അവിടെ ഉണ്ടായിരുന്ന ഒരു തലയിണയും എടുത്ത് അസിസ്റ്റന്റിന്റെ വയറിന് വെച്ച് ആ ഗണ്ണ് വെച്ച് ഒരൊറ്റ പൊട്ടിക്കലാണ്, സൈലന്റ് ആയിട്ട് പൊട്ടിക്കും. അപ്പം തന്നെ അവൾ മരിച്ചു വീഴും. കെട്ടിയോനാണെങ്കിൽ നീയൊക്കെ എന്താണോ എൻ്റെ റൂമിൽ കയറി വന്ന് കാണിക്കുന്നതെന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്നാൽ അങ്ങേര് അതൊന്നും മെയിൻ ചെയ്യാതെ നേരെ ഹീറോയുടെ അടുത്തേക്കാണ് വരിക. നമ്മുടെ ആളെ പിടിച്ചടിക്കുന്ന നേരം ഹീറോ ആണെങ്കിൽ അടികൊണ്ട് അവസാനം അങ്ങേരുടെ അരയിൽ വെച്ചിരിക്കുന്ന ഗണ്ണാണ് കാണുക. അതെടുത്ത് ഒരൊറ്റ ഷോട്ടാണ് അങ്ങേർക്ക്. ഒന്നോ രണ്ടോ ഷൂട്ടിലൊന്നും ഇങ്ങേര് തീരില്ല എന്ന് മനസ്സിലാവുന്ന നേരം പിന്നെയും ഷൂട്ട് ചെയ്യും. അങ്ങനെ പുറത്തേക്ക് ഓടി വരുന്ന നേരം എല്ലാവരും ഹീറോയെ പിടിക്കാനായിട്ട് വരികയാണ്. എന്നാൽ ഹീറോ ഒരു ഷാർപ്പ് ഷൂട്ടറെ പോലെ എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് താഴെയിടും. അവസാനം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴാണ് നേരെ മുന്നിലേക്ക് ഇത്രയൊക്കെ ബുള്ളറ്റ് കൊണ്ടിരുന്ന ആശാൻ വരുന്നത്. അങ്ങേര് ഹീറോയെ പിടിച്ച് നേരെ താഴേക്ക്, ഏറ്റവും താഴേക്ക് ഒരു ഒറ്റ ഇടലാണ്. അങ്ങനെ താഴേക്ക് വീഴുന്ന ഹീറോ അടിച്ച് വീഴുമ്പോഴാണ് ഹീറോയ്ക്ക് ഇവിടെ ബോധം വരിക. ഇത്രയും നേരം അടി കൊണ്ട് ഹീറോക്ക് ബോധം പോയതായിരുന്നു. ഇതെല്ലാം ഹീറോ ഒരു സ്വപ്നം പോലെ കണ്ടതാണ്. അങ്ങനെ ഹീറോയെയും കൊണ്ട് ആശാൻ അവിടെ നിന്ന് പോകുന്ന നേരം കെട്ടിയോനും ഗവർണറുടെ കെട്ടിയോനും അവിടെ ഉണ്ടായിരുന്ന പ്രായമായ മനുഷ്യനും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും അവര് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്താണ് ഇപ്പൊ ഗവർണറെ കൊല്ലാനായിട്ട് നിൽക്കുന്നത്. അങ്ങേര് നേരത്തെ അസിസ്റ്റന്റ് മരിച്ചപ്പോൾ ആർത്ത് വിളിച്ചില്ലായിരുന്നോ, അങ്ങേരത് അങ്ങേരുടെ വിഷമം കൊണ്ട് വിളിച്ച് പറഞ്ഞൊന്നുമല്ല. ആശാൻ ഈ റൂമിൽ വെച്ച് അവളെ കൊന്നതുകൊണ്ടാണ് അങ്ങേർക്ക് ദേഷ്യം വന്നത്. ഇവിടെ വെച്ച് കൊല്ലണ്ട, മറ്റെവിടെയെങ്കിലും വെച്ച് കൊന്നൂടായിരുന്നോ എന്നാണ് അങ്ങേര് ചോദിക്കുന്നത്. എന്തായാലും നമ്മുടെ ആളെയും കോരിയെടുത്ത് ആശാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് നേരെ ലിഫ്റ്റിൽ ചെന്ന് കയറും. അന്നേരം ഹീറോ പറയും, എനിക്ക് എൻ്റെ മകളോട് സംസാരിക്കണം. അങ്ങേര് അപ്പം തന്നെ വാക്കി ടോക്കി ഉണക്കി കൊടുക്കുന്ന നേരം മകൾ ആർത്ത് വിളിക്കുന്നതാണ് കേൾക്കുന്നത്, മകൾ അല്ലറി വിളിക്കുന്നതാണ് കേൾക്കുന്നത്. മോളെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്ക് അങ്ങേര് ഹീറോയെ പിടിച്ചടിക്കാൻ തുടങ്ങും. വേഗം പറഞ്ഞ പണിയെടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നിന്റെ മകളുടെ അവസ്ഥ നീ ഇപ്പം കേട്ടതിലും ഭയാനകമായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങേര് വീണ്ടും വാക്കി ടോക്കി ഉണയും. അന്നേരം മകൾ അവിടുന്ന് വിളിച്ച് പറയുന്നത്, എന്നോട് ഈ ചേച്ചി അല്ലറി വിളിക്കാനായിട്ട് പറഞ്ഞു, ഞാൻ അതുകൊണ്ടാട്ടോ ഇങ്ങനെയെല്ലാം പറഞ്ഞേ, അല്ലാതെ ശരിക്കും ഇങ്ങനെയൊന്നുമില്ല. ഇത് കേൾക്കുന്ന ആശാൻ വേനിലിരിക്കുന്ന ലേഡിയോട് നീ എന്ത് കോപ്പാടി കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന നേരം അവള് പറയും, ഇവളെ ഭീഷണിപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല, എനിക്കിതേ വഴിയുള്ളൂ, എനിക്കിതേ പറ്റൂ. ഇവിടെ അടികൊണ്ട് നിക്കർ ഊരി പോകുന്ന ഹീറോ ആണെങ്കിൽ വാഷ്റൂമിൽ എത്തുമ്പോൾ തന്നെ ഛർദ്ദിച്ചു പോകും. എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക ഇങ്ങനെ കണ്ണാടിയിലേക്ക് നോക്കി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഹീറോ നേരത്തെ പോളിഷ് ചെയ്ത ചേട്ടനില്ലായിരുന്നോ, അങ്ങേരുടെ കടയിലേക്ക് നേരെ കയറി ചെല്ലും. അങ്ങേരും മുഖമൊന്നും നോക്കാതെ പോളിഷ് ചെയ്യാനായിട്ട് ഷൂവിലേക്ക് തുണിയെല്ലാം വെക്കുന്നേരാണ് ഈ ഷൂസ് നേരത്തെ പോളിഷ് ചെയ്ത് വിട്ടതാണല്ലോ എന്ന് മനസ്സിലാവുക. അങ്ങേര് ഹീറോയുടെ മുഖത്തേക്ക് നോക്കും. ഹീറോ പറയും, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് പേര് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്ന ഗവർണറെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ എങ്ങനെയും രക്ഷിക്കണം. അങ്ങേര് വിചാരിക്കും ഹീറോ വെള്ളമെല്ലാം അടിച്ച് ബോധം പോയിട്ട് എന്തോ വിളിച്ച് പറയാന്ന്. അങ്ങേര് പറയും, മോനെ ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരു ഭിന്നശേഷിക്കാരനാണ്, എന്നെ ഇട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയല്ലേ. അന്നേരം അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് സംശയം തോന്നുന്ന ആശാൻ നേരെ അങ്ങോട്ട് കയറി വരും. നീ എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയും, എനിക്ക് ഇങ്ങരോട് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഇങ്ങർക്ക് ചെവി കേൾക്കില്ല. അതെന്താടോ എന്ന് ചോദിക്കുന്ന നേരം ഹീറോ അവിടെ ഉണ്ടായിരുന്ന ബോർഡ് കാണിച്ചു കൊടുക്കും. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അമേരിക്കൻ ഡിസേബിൾഡ് വെറ്ററൻ എന്ന്. അതായത് ഇങ്ങേര് ഭിന്നശേഷിക്കാരനാണെന്ന് അവിടെ ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആശാൻ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങേരുടെ തൊട്ടു പിന്നെ വന്ന് ഹലോ ഹലോ എന്നല്ല ഉറക്കെ വിളിക്കുന്ന നേരം അങ്ങേര് ചെവി കേൾക്കാത്ത ആളെ പോലെ മിണ്ടാതിരിക്കും. തട്ടി വിളിക്കുന്ന നേരം ചെവി കേൾക്കാത്ത ഒരാൾ എങ്ങനെയാണോ പ്രതികരിക്കുക സംസാരിക്കുക അതുപോലെയാണ് അങ്ങേരും സംസാരിക്കുക. ചെറുതായിട്ട് ചെവി കേൾക്കുന്ന പോലെയാണ് അങ്ങേരും അഭിനയിക്കുന്നത്. എന്തായാലും അങ്ങേരും ഷൂ പോളിഷ് ചെയ്യാനായിട്ട് ഹീറോയുടെ തൊട്ടടുത്ത് വന്നിരുന്ന് എല്ലാം ഒന്ന് പെട്ടെന്നാക്കടോ, ഇപ്പം തന്നെ സമയം 1:02, ഇനി 28 മിനിറ്റിനുള്ളിൽ നീ അവരെ കൊന്നിരിക്കണം. എന്നാൽ ഹീറോ പറയും, എനിക്ക് എൻ്റെ മകളോട് സംസാരിച്ചാൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങേര് പെട്ടെന്ന് തന്നെ വാക്കി ടോക്കിയിൽ മകളെ സംസാരിക്കാനായിട്ട് കോണ്ടാക്ട്
കോൺടാക്ട് ചെയ്ത് കൊടുക്കും. എന്നാൽ അവൾ ചോദിക്കും, അച്ഛനൊരു ഹീറോ ആവാനായിട്ട് പോയതാണോ പവർ റേഞ്ചേഴ്സിനെയൊക്കെ പോലെ? എന്നാൽ നമ്മുടെ ആൾ പറയും, അങ്ങനെയൊന്നുമില്ല മോൾ അവിടെ കാത്തിരിക്കുക, നിനക്ക് ബോറടിക്കുന്നുണ്ടോ? അതെനിക്ക് ബോറടിക്കുന്നുണ്ടെന്ന് അവളും പറയും. എന്നാൽ കൂടുതലൊന്നും സംസാരിക്കാൻ സമ്മതിക്കാതെ അങ്ങേര് ഫോണും വാങ്ങിയിട്ട് വാക്കി ടോക്കിയും വാങ്ങിയിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകും. എന്നാൽ പോളിഷ് ചെയ്യുന്ന ചേട്ടൻ ഹീറോയോട് ചോദിക്കും, സാർ നിങ്ങൾ എന്തോ ഒരു വലിയ പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അങ്ങേര് കാണാതെ ആ പ്രശ്നം എന്താണെന്ന് എന്നോടൊന്ന് പറയോ? എന്നാൽ ഹീറോ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തവും ശക്തവുമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന നേരം അങ്ങേര് പറയും, ഓ ജീസസ്, ഇത് ചോദിക്കാൻ പറ്റില്ലായിരുന്നു, എനിക്ക് വീട്ടിൽ പോയാൽ മതിയായിരുന്നു എന്ന് പറയും. എന്നിരുന്നാലും കൂടുതൽ അവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഹീറോയോട് അങ്ങേര് പറയും, നിങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്ത് പോയിട്ട് ബാറിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കുക, ഞാൻ പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാം. അങ്ങനെ ഹീറോ പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന ബാറിൽ ചെന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യണമല്ലോ, എന്നാൽ ഓർഡർ ഒന്നും ചെയ്യുന്നില്ല. ഹീറോക്ക് ടെൻഷനാണല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ചേച്ചി തൊട്ട് മുന്നിലായിട്ട് ഒരു കാർഡ് കൊണ്ടുവെക്കുന്നത്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മെൻസ് റൂം എന്ന്. ഹീറോ ഒന്നും നോക്കില്ല, പെട്ടെന്ന് തന്നെ മെൻസ് റൂമിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിൽ നമ്മുടെ പോളിഷ് ചേട്ടൻ ഹീറോയെ കാത്തു നിൽക്കുന്നുണ്ട്. കൂടെ തന്നെ അങ്ങേരുടെ ഒരു വെയിറ്റർ കൂട്ടുകാരനും കൂടിയുണ്ട്. അങ്ങേര് പറയും ഹീറോയോട്, പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം നിങ്ങൾ രണ്ടുപേരും ചേഞ്ച് ചെയ്യും, വേഗം നോക്ക്, അങ്ങേര് ഇപ്പം ഇങ്ങോട്ട് വരും. അങ്ങനെ ഹീറോ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും, ഡ്രസ്സെല്ലാം അഴിക്കാൻ തുടങ്ങും. അതേ സമയത്ത് നമ്മുടെ പോളിഷ് ചേട്ടൻ പുറത്ത് ആശാൻ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങേര് ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അങ്ങേര് അതിൻ്റെ അകത്തേക്ക് കയറി വരും. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. നമ്മുടെ ടീമാണെങ്കിൽ അപ്പോഴേക്ക് മറ്റൊരു വഴി പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഹീറോ ഇതിനകത്തുണ്ടോ എന്ന് അങ്ങേർക്ക് നോക്കണമല്ലോ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റ് മുറിയിലേക്ക് താഴ്ന്ന് നോക്കുന്ന നേരം ഹീറോ പേൻ്റെല്ലാം താഴ്ത്തി വെച്ച് അവിടെ ടോയ്ലറ്റിൽ ഇരിക്കുന്നതാണ് കാണുക, കാല് മാത്രമാണ് കാണുക. എന്നാൽ അതിൽ ശരിക്കിരിക്കുന്നത് ഹീറോ അല്ല, നേരത്തെ നമ്മൾ കണ്ടിരുന്ന വെയിറ്റർ ചേട്ടൻ ഇല്ലായിരുന്നോ, അങ്ങേരാണ്. എന്തായാലും ഹീറോ അകത്തുണ്ടെന്ന് വിചാരിക്കുന്ന അങ്ങേര് പുറത്തേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലും, ആശൻ പുറത്തേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലും. അതേസമയത്ത് നമ്മുടെ ടീമാണെങ്കിൽ ഹോട്ടലിന്റെ അയൺ റൂമിലേക്കാണ് ചെല്ലുന്നത്. അവിടെ എത്തുമ്പോഴാണ് ഹീറോക്ക് അങ്ങേരുടെ പേര് മനസ്സിലാവുന്നത്. പോലീസ് ചേട്ടന്റെ പേര് പീറ്റർ എന്നാണ്. പീറ്റർ ചേട്ടനാണെങ്കിൽ ഹീറോയെ സഹായിക്കാനായിട്ട് മറ്റൊരു ചേച്ചിയോട് സഹായം ചോദിച്ചിട്ടുണ്ട്, മറ്റൊരു വെയിട്രസ് ചേച്ചിയോട് സഹായം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഗവർണറുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. എന്നാൽ ഹീറോ ചോദിക്കും, എനിക്കെന്തിനാണ് അങ്ങോട്ട് പോകേണ്ട ആവശ്യം, എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങേര് പറയും, നീ ഗവർണറുടെ അടുത്ത് ചെന്ന് കാര്യം പറ, അവരോട് പറഞ്ഞാൽ മാത്രമേ നിനക്കും അവർക്കും നമ്മൾക്ക് എല്ലാവർക്കും നാണം കെടാതെ രക്ഷപ്പെടാനായിട്ട് പറ്റൂ. എന്നാൽ ലിഫ്റ്റിൽ കയറിയിട്ട് അവർ മേലേക്ക് പോകുന്ന നേരം അവരിങ്ങനെയെല്ലാം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വെയിട്രസ് ചേച്ചിക്ക് മനസ്സിലായി ഇവരെന്തോ ഒരു വലിയ വള്ളി പിടിക്കാനായിട്ട് പോവുകയാണെന്ന്. എന്നാൽ അവർ പറയും, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, ഞാൻ അവരുടെ ഡോർ തുറന്നു തരില്ല. എന്നിട്ട് മേലെ എത്തുന്ന നേരം ആ റൂമിന്റെ കീ അവിടെ താഴെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. അവിടെ ഗവർണറുടെ റൂമിന്റെ പുറത്താണെങ്കിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അവരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഇവിടെ ഹീറോ ആണെങ്കിൽ താഴെ വീണിരുന്ന കീ എല്ലാം എടുത്ത് റെഡിയാകും. നേരെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഗവർണറുടെ റൂമുള്ളത്. ഇനി അങ്ങോട്ട് ഓടിച്ചെന്ന് ഡോർ തുറക്കാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ സെക്യൂരിറ്റിയുടെ കണ്ണിൽ പെടാനും പാടില്ല. പീറ്റർ ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിക്കോ, പെട്ടെന്ന് തന്നെ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. വെയിറ്റർ ചേച്ചി ആണെങ്കിൽ ആ സെക്യൂരിറ്റിക്ക് ഫുഡെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ നോക്കി ഹീറോ ഒരൊറ്റ ഓട്ടാണ്. എന്നാൽ സെക്യൂരിറ്റിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്, എന്നാൽ കാര്യമാക്കില്ല. ഡോറും തുറന്ന് അകത്തേക്ക് കയറുന്ന ഹീറോ അവിടെ ഉറങ്ങുന്ന ഗവർണറെയാണ് കാണുന്നത്. എന്നാൽ കൂടുതൽ സംസാരിച്ചാൽ അതൊന്നും ശരിയാവില്ല എന്ന് മനസ്സിലാവുന്ന ഹീറോ അവരെ കൊല്ലാന്ന് വിചാരിക്കും. നേരത്തെ ആശാൻ എടുത്ത പോലെ ഒരു തലയണയും എടുത്തുകൊണ്ട് അവരുടെ തൊട്ടു പിന്നിലെത്തും. അങ്ങനെ ഗണ്ണ് റീലോഡ് ചെയ്യുമ്പോഴാണ്, ഗണ്ണ് ലോഡ് ചെയ്യുമ്പോഴാണ് അവർ ആ ശബ്ദം കേട്ട് എഴുന്നേൽക്കുക. പെട്ടെന്ന് തോക്കും പിടിച്ച് ഒരുത്തനെ കാണുന്ന നേരം അവർ ഇറങ്ങി ഓടാൻ നോക്കും. എന്നാൽ ഹീറോ അവരുടെ നെറ്റിക്ക് ഗണ്ണ് വെച്ചോണ്ട് അനങ്ങിയാൽ ഞാൻ പൊട്ടിക്കുമെന്ന് പറയും. അതിന് ഗവർണർ, നീ എന്നെ കൊന്നിട്ട് നിനക്ക് ഇവിടുന്ന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ, നിന്നെക്കൊണ്ട് അതിന് പറ്റില്ല. എന്നാൽ ഹീറോ പറയും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുന്ന നേരം, അതെ ഞാൻ ലിഫ്റ്റിൽ വെച്ച് നിങ്ങളല്ലേ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതെ അത് ഞാൻ തന്നെയാണ്. ഞാൻ നിങ്ങളോട് ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ കേട്ടില്ലെങ്കിൽ 3 ജീവനാണ് ഇല്ലാതാവാൻ പോകുന്നത്. ഒന്ന് എൻ്റെത്, എൻ്റെ മകളുടേത്, പിന്നെ നിങ്ങളുടെ. അങ്ങനെ അവരോടും ഹീറോ കാര്യങ്ങളെല്ലാം പറയും. കുറച്ച് പേര് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി അവരിപ്പം നിങ്ങളെ കൊല്ലാനായിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന അവർ പറയും, ഞാൻ എൻ്റെ അസിസ്റ്റന്റിനെ കൂടെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കട്ടെ. ഹീറോ പറയും, അവർ നേരത്തെ മരിച്ചു പോയെന്ന്. അത് നീ കൊന്നാണോ എന്ന് ചോദിക്കുന്ന നേരം നമ്മുടെ ആൾ പറയും, അല്ല നിങ്ങളുടെ കെട്ടിയോൻ തന്നെ കൊന്നാണ്. നിങ്ങളുടെ കെട്ടിയോന് വേണ്ടി ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, സെക്യൂരിറ്റികളുണ്ട്, അവരാണ് അവളെ കൊന്നേ. ഇതേ സമയത്ത് ആശാനാണെങ്കിൽ താഴെ ടോയ്ലറ്റിൽ പോയ ഹീറോയെ കാത്തിരിക്കുകയാണ്. ഹീറോ ഇങ്ങോട്ട് കയറി വന്ന കാര്യമൊന്നും അവർക്കറിയില്ലല്ലോ, അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് വിശ്വാസമാവുന്നില്ല. അതിന് ഹീറോ പറയും, അതിനായിട്ട് എൻ്റെ കയ്യിൽ പ്രൂഫ് ഒന്നുമില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, 1:30 നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു നോക്കൂ, ആരും നിങ്ങൾ അതിന് സമ്മതിക്കില്ല. നിങ്ങൾ തീർച്ചയായും പങ്കെടുത്തേ പറ്റൂ എന്ന് എല്ലാവരും പറയും. ഇനി 9 മിനിറ്റ് കൂടെയുള്ളൂ, നിങ്ങളുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നതെന്ന് പറയുന്ന നേരം ഞാൻ അവരോട് വിളിച്ചു പറയട്ടെ, ഞാൻ ഇല്ലാന്ന് അവരോട് വിളിച്ചു പറയട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുക്കാൻ കൈ പൊക്കുന്ന ഗവർണർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ലാമ്പ് തട്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കും. അത് കേട്ട് സെക്യൂരിറ്റിമാർ ഓരോരുത്തരായിട്ട് അകത്തേക്ക് ഓടി വരുന്ന നേരം ഹീറോ മറ്റൊരു വഴിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടും. ആരുടെ കണ്ണിലും പെടാതെ ഹീറോ ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ താഴേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലും. ബോഡി ഗാർഡ്സ് ഗവർണറുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്ന നേരം അവർ പറയും, ഞാനൊരു ദുസ്വപ്നം കണ്ടതാണ്, വേറെ ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. താഴെ എത്തുന്ന ഹീറോയോട് പീറ്റർ ചോദിക്കും, കാര്യങ്ങളൊക്കെ എന്തായി? എന്നാൽ ഹീറോ പറയും, കാര്യങ്ങളൊന്നും ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നില്ല, ഞാൻ മിക്കവാറും അവരെ കൊല്ലേണ്ടി വരും. ഇതേ സമയത്ത് ഹീറോയെ വെയിറ്റ് ചെയ്ത് മതിയാകുന്ന ആശാനാണെങ്കിൽ നേരെ വാഷ്റൂമിലേക്ക് വന്ന് ഹീറോ കയറിയിരിക്കുന്ന ടോയ്ലറ്റ് റൂമിന്റെ ഡോറിന് പെരുത്ത മുട്ടാണ്. ഇറങ്ങടോ ഇറങ്ങടോ എന്ന് വിളിച്ചു പറയുന്ന നേരം ഫ്ലഷ് അടിച്ചുകൊണ്ട് ഹീറോ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. ആശാൻ അവിടെ എത്തുന്നതിന്
അതിന്റെ മുന്നേ ഹീറോ പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വീണ്ടും അവിടേക്ക് തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. ഹീറോ പുറത്തിറങ്ങി പോകാൻ നേരം അങ്ങേര് പറയും നിന്റെ കൈയൊന്നും കഴുകുന്നില്ലേ. അങ്ങനെ ഹീറോ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണാടിയിലൂടെ ഒരു ടോയ്ലറ്റിന്റെ വാതിൽ മെല്ലെ തുറക്കുന്ന കാണുക. അതിനകത്ത് ആ വെയിറ്ററാണ് ഇരിക്കുന്നത്. അങ്ങേരെ എങ്ങാൻ ഇവർ കണ്ടാല് അങ്ങേരുടെ ജീവിതവും അവിടെ തന്നെ തീരും. ഇവിടെ ആശാനാണെങ്കിൽ ഹീറോയോട് നീ എന്തായാലും ഇത് ചെയ്തിരിക്കണം, ഇത് നിന്റെ അവസാനത്തെ അടവാണ്, ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ മകളെ ഞങ്ങൾ കൊന്നളയും. എന്നാൽ ഡോറ് തുറന്നാൽ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കുന്ന ഹീറോ പെട്ടെന്ന് തന്നെ ഓക്കെ ഞാൻ എല്ലാം ചെയ്യാന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. മേലെ ഗവർണർ ആണെങ്കിൽ എനിക്ക് ഈ പരിപാടിക്ക് വരാൻ പറ്റില്ല, എനിക്ക് തലവേദനയാവുന്നുണ്ട്, എനിക്ക് നല്ലപോലെ സുഖമില്ലാന്ന് പറയുന്ന നേരം അപ്പോഴേക്ക് അവിടേക്ക് അവരുടെ ഭർത്താവെല്ലാം എത്തി. ഗവർണർ പറയും എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് തീരെ സുഖമില്ല. അത് കേൾക്കുന്ന കെട്ടിയോൻ നീ എന്തായാലും പോയേ പറ്റൂ, ഇത് അമൂല്യമായിട്ടുള്ള ഒരു പ്രസംഗമാണ്, അത് നീ പറഞ്ഞേ പറ്റൂ. എന്നാലും ഭാര്യ അതിന് റെഡിയാവുന്നില്ല എന്ന് മനസ്സിലാവുന്ന കെട്ടിയോൻ കൂടി ഉണ്ടായിരുന്നവരോട് എല്ലാവരോടും റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയും. അങ്ങനെ അവളോട് വന്ന് കുറച്ചുകൂടെ സൗമ്യമായിട്ട് കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ടും അവൾ മനസ്സിലാക്കാത്ത കാണുന്ന നേരം അങ്ങേര് ദേഷ്യം വന്ന് ചീത്ത പറയാൻ തുടങ്ങും. ചീത്ത പറയുന്ന നേരം അവൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണ്, ഞാൻ പോവില്ലെന്ന് ഉറപ്പിക്കും. അത് കാണുന്ന അങ്ങേര് വീണ്ടും സൗമ്യമായിട്ട് സംസാരിക്കും. നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പീച്ചാണ് നീ ഇന്ന് അവിടെ നിന്ന് പറയാൻ പോകുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കുന്ന നിന്നെപ്പോലെയുള്ള ആളുകളെ അല്ലേ ഈ ജനങ്ങൾക്കെല്ലാം വേണ്ടത്. നീ ഇന്ന് അവിടെ സംസാരിക്കാൻ ചെന്നില്ലെങ്കിൽ നമ്മുടെ ഭാവിയും ജനങ്ങളുടെ ഭാവിയും എല്ലാം മോശമാകും, നീ എല്ലാം ഒന്ന് മനസ്സിലാക്ക്. എന്തായാലും കെട്ടിയോൻ ഇങ്ങനെയൊക്കെ സംസാരിക്കല്ലേ, കേൾക്കാൻ തന്നെ ഗവർണറും വിചാരിക്കും. അങ്ങനെ എഴുന്നേറ്റ് കെട്ടിയോൻ ഒരു ഉമ്മയും കൊടുത്തോണ്ട് ചോദിക്കും എൻ്റെ അസിസ്റ്റന്റിനെ ഒന്ന് ഇങ്ങോട്ട് അയക്കണേ, എൻ്റെ സ്പീച്ചിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. എന്നാൽ കെട്ടിയോൻ പറയും ഞാൻ അവളൊരു ആവശ്യത്തിനായിട്ട് സിറ്റിയിലേക്ക് അയച്ചാണ്, അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. എന്നാൽ ഇത് കേൾക്കുന്ന ഗവർണർക്ക് മനസ്സിലായി കെട്ടിയോൻ എന്തോ ഒരു പണി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. അതേ സമയത്താണ് ഹോട്ടലിന് മുന്നിലേക്ക് ആ കറുത്ത വാനിൽ മകളെയായിട്ട് ആ ലേഡി വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഹീറോ കൊലപാതകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയായിട്ട് നടന്നില്ലെങ്കിൽ അപ്പം തന്നെ ഹീറോയും മകളും എല്ലാം മരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ലേഡി കയ്യിലൊരു ഗണ്ണെല്ലാം വെച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എന്നാൽ ദൂരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പീറ്റർ ചേട്ടനാണെങ്കിൽ പുറത്ത് ബ്ലാക്ക് വാൻ വന്ന് നിൽക്കുന്നതാണ് കാണുക. അങ്ങേരോട് ഹീറോ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പുറത്തൊരു ബ്ലാക്ക് വാൻ ഉണ്ട്, അതിലെന്റെ മകളുണ്ട്, നിങ്ങൾ അവളെ രക്ഷിക്കണമെന്ന്. അങ്ങനെ അതാണ് ഓർമ്മ വരുന്നത്. അതേ സമയത്ത് ഇവിടെ ഗവർണർക്കായിട്ടുള്ള പരിപാടി തുടങ്ങി. കുറച്ച് വലിയ പരിപാടിയാണ്, നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല, കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഗവർണറുടെ ഭർത്താവ് തന്നെയാണ് അവർക്കായിട്ട് വമ്പൻ ഇൻട്രോ എല്ലാം കൊടുക്കുന്നത്, സ്വീകരണം എല്ലാം കൊടുക്കുന്നത്. അവിടേക്കാണ് ഹീറോയും കൊണ്ട് ആശാൻ വരുന്നത്. ആശാനും ഹീറോയും അങ്ങോട്ട് വരുന്നതിനും തന്നെ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം അവരുടെ ടീമാണ്, ആശാന്റെ ടീമുകളാണ്. അവരെല്ലാവരും കൂടെ നമ്മുടെ ആളുടെ കൂടെ തൊട്ടു പിന്നാലെ തന്നെ ഹാളിലേക്ക് വന്ന് കയറും. ആശാനാണെങ്കിൽ വേറെ എന്തോ ഒരു പരിപാടി ചെയ്യാനായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ക്യാമറാമാൻ ഇല്ലായിരുന്നോ നേരത്തെ ഹീറോയെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന അങ്ങേരോട് നോക്കാനും പറഞ്ഞ് ഹീറോയോട് പണിയെല്ലാം കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മകൾ മരിക്കുമെന്നും പറഞ്ഞാണ് അവിടുന്ന് പോകുന്നത്. അങ്ങേര് തൊട്ടു മാറിയിട്ടുള്ള ഒരു റൂമിലേക്കാണ് കയറി ചെല്ലുന്നത്. എല്ലാ കൺട്രോളുകളും ഉള്ള ഒരു റൂമിലേക്കാണ് കയറി ചെല്ലുന്നത്. അവിടുന്ന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ സ്റ്റേജും അവിടെയുള്ള ആളുകളെ എല്ലാവരെയും കാണാൻ പറ്റും. അതേ സമയത്താണ് കെട്ടിയോൻ ഭാര്യയുടെ പേര് വിളിച്ചു പറയാ. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വാതിലും തുറന്നുകൊണ്ട് വമ്പൻ സ്വീകരണത്തിൽ ഭാര്യ അങ്ങോട്ട് കയറി വരും, ഗവർണർ അങ്ങോട്ട് കയറി വരും. എന്തായാലും ഹീറോ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നാൽ വിചാരിക്കാത്ത തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഹീറോ പോക്കറ്റിൽ നിന്ന് മെല്ലെ ഗണ്ണെടുക്കും, വേറെ വഴിയൊന്നുമില്ലല്ലോ. അതേ സമയത്ത് ആ റൂമിൽ നിൽക്കുന്ന ആശാനും കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണെടുത്ത് ഗവർണർക്ക് നേരെ എയിം ചെയ്ത് നിൽക്കുകയാണ്. ഇനി അങ്ങേരാണോ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. മേയറാണെങ്കിൽ ബലൂൺ എല്ലാം വീഴുന്നതിന്റെ ഇടയിലൂടെ എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് എല്ലാം കൊടുത്ത് സന്തോഷത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഷോട്ട് എവിടുന്നേലും വരുമോ എന്നുള്ളൊരു പേടി അവരുടെ മുഖത്ത് കാണാൻ പറ്റും. ഹീറോ ആണെങ്കിൽ അതിന്റെ എല്ലാം ഇടയിലൂടെ ഗവർണർക്ക് നേരെ ഗൺ എയിം ചെയ്ത് പെട്ടെന്ന് ആശാൻ നിൽക്കുന്ന റൂമിലേക്ക് നോക്കിയ ഒറ്റ ഷോട്ടാണ്. ഹീറോ നേരത്തെ കണ്ടിരുന്നു അങ്ങേര് അവിടെ നിൽക്കുന്നത്. എന്നാൽ ഹീറോയുടെ ഷോട്ട് അങ്ങേർക്ക് കൊണ്ടിട്ടില്ല. അങ്ങേർക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയിന്ന്. അങ്ങേര് പെട്ടെന്ന് തന്നെ ഗവർണറെ നോക്കി ഒറ്റ ഷോട്ടാണ്. എന്നാൽ ബോഡി ഗാർഡിനാണ് ഷോട്ട് കൊള്ളുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഗണ്ണെടുത്ത് ഗവർണറുടെ നേരെ 2 ഷോട്ട് കൂടെ കൊടുക്കും. എന്നാൽ അവരുടെ അടുത്ത ബോഡി ഗാർഡ് അവരെ വന്ന് കെട്ടിപ്പിടിക്കുന്നതോടെ തന്നെ അവർക്കാണ് ഷോട്ടെല്ലാം കൊള്ളുന്നത്, ബോഡി ഗാർഡിനാണ് ഷോട്ടെല്ലാം കൊള്ളുന്നത്. എന്നാൽ അതിന്റെ ഇടക്ക് ഗവർണർക്കിട്ട് എന്തോ ഒന്ന് കൊണ്ടോന്നും അറിയില്ല, അവരും താഴെ വീണ് കിടക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആണെങ്കിൽ ഗണ്ണ് പിടിച്ച് നിൽക്കുന്ന കാണുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ബോഡി ഗാർഡും എല്ലാവരും ഹീറോയുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുക. പേടിക്കുന്ന നമ്മുടെ ആള് പെട്ടെന്ന് തന്നെ ഗണ്ണും ചൂണ്ടി പിടിച്ചോണ്ട് പുറത്തേക്ക് ഓടിച്ചെല്ലും. എന്നാൽ ഒരുത്തൻ പിന്നാലെ തന്നെ ഓടി വരുന്നുണ്ട്. അവനാണെങ്കിൽ ഹീറോയെ പിടിക്കാനും പറ്റുന്നില്ല. ഇവിടെ ഗവർണറുടെ കെട്ടിയോനാണെങ്കിൽ ഭാര്യയുടെ അടുത്തേക്ക് വന്ന് നോക്കുന്ന നേരം ഗവർണറുടെ അടുത്തേക്ക് വന്ന് നോക്കുന്ന നേരം അവർ മരിച്ചു കിടക്കുന്നതാണ് കാണുക. അങ്ങേര് സന്തോഷത്തില് മുടിയെല്ലാം തടവി കൊടുത്ത് ഗവർണർ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങ്, എനിക്കും എന്റെ ലക്ഷ്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്കും വിജയിപ്പിക്കണ്ടേ. അന്നേരം ഗവർണർ ഒരു ചുമയും ചുമച്ചോണ്ട് മെല്ലെ എഴുന്നേറ്റ് വരുന്നത്. അത് കാണുന്ന കെട്ടിയോന് മനസ്സിലായി കാര്യങ്ങളെല്ലാം കയ്യിന്നും കാലിന്നും എല്ലാം പോയെന്ന്. അങ്ങേര് മെല്ലെ തിരിഞ്ഞടക്കും. ഗവർണർ ബോഡി ഗാർഡിനെ നോക്കുന്ന നേരം അവൻ ഒരൊറ്റ ഷോട്ട് മാത്രം കയ്യിൽ മാത്രമാണ് കൊണ്ടിട്ടുള്ളത്. ബോഡിയിൽ അവൻ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഇട്ടിരുന്നു, അതുകൊണ്ട് തന്നെ അവന് ബുള്ളറ്റ് കൊണ്ടിട്ടില്ല. സമയമാണെങ്കിൽ കറക്റ്റ് 1:30 ആവുന്ന നേരം പുറത്ത് വാനിലിരിക്കുന്ന ലേഡി കയ്യിലുണ്ടായിരുന്ന ഗണ്ണിന് സൈലൻസർ എല്ലാം ഫിറ്റ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ മകളെ കൊല്ലാനായിട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഹീറോ ഗവർണറെ കൊന്നാലും കൊന്നില്ലെങ്കിലും അവർ മകളെയും ഹീറോയും എല്ലാം കൊല്ലും, അതുറപ്പാണ്. മകളെ ഇത്രയും നേരം ജീവനോട് വെച്ച് തന്നെ ഹീറോയെ ഭീഷണിപ്പെടുത്താൻ മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അങ്ങനെ ഗണ്ണെടുത്ത് മകളോട് കണ്ണ് പൂട്ടിയിരിക്കെ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ പോവുകയാണെന്ന് പറയും. അങ്ങനെ മകള് കണ്ണടിച്ചു ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ വാനിന്റെ മുന്നിലേക്ക് നമ്മുടെ പീറ്റർ ചേട്ടൻ ഒരു തുണി
തുണിയായിട്ട് വന്ന് വാനിന്റെ ചില്ല് ഉടയ്ക്കുന്നത്. ലേഡിയാണെങ്കിൽ ഹലോ മിസ്റ്റർ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന നേരം പീറ്റർ ഏട്ടൻ പറയും നിങ്ങളുടെ കാറിന് നല്ലപോലെ പൊടിയെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട്, ഞാൻ നല്ലപോലെ തുടച്ചുതരാം, വൃത്തിയാക്കി തരാം. എനിക്ക് അതിന്റെ ആവശ്യമില്ലടോ, നീ ഒന്ന് പോടോ എന്ന് പറയുന്ന നേരം പീറ്റർ ഏട്ടൻ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും ജോലി ചെയ്തതിന്റെ ഡോളർ ഇങ്ങ് താ, അതും വാങ്ങിയിട്ട് ഞാൻ പോയിക്കോളാം. അവളാണെങ്കിൽ ഞാൻ നിനക്കൊരു ഉണ്ടയും തരില്ലടോ എന്ന് പറയുന്ന നേരം പീറ്റർ ചേട്ടൻ വാനിൽ ഉണ്ടായിരുന്ന വാക്കി ടോക്കി എടുത്ത് കുറച്ച് അകലേക്ക് മാറി നിൽക്കും. അതിന്റെ ദേഷ്യത്തിൽ അവൾ വാനിന്റെ ഡോറും തുറന്ന് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് പീറ്റർ ചേട്ടന്റെ കാലിൽ നോക്കിയ ഒരൊറ്റ ഷോട്ടാണ്. ആ ഒരൊറ്റ ഷോട്ടിൽ തന്നെ അങ്ങേരുടെ കാലൊടിഞ്ഞ് അങ്ങേര് താഴെ വീഴും. അങ്ങേർക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു ഗ്യാപ്പിൽ ലേഡി ഓടി വന്ന വാക്കി ടോക്കി വീണ്ടും വാങ്ങാനായിട്ട് നോക്കുന്ന നേരം അങ്ങനെ അത് കൊടുക്കുന്നുമില്ല. അന്നേരമാണ് മകള് വാനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടാനായിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് ആശാൻ അങ്ങോട്ട് വന്ന് അവളുടെ നേരെ ഗണ്ണ് വെക്കുക. പെട്ടെന്ന് തന്നെ അവൾ സീറ്റിന് അപ്പുറത്തേക്ക് എടുത്ത് ചാടുന്ന നേരം അങ്ങനെ ഷൂട്ട് ചെയ്തു. അതാണെങ്കിൽ അവൾക്ക് കൊണ്ടില്ല. അങ്ങനെ വീണ്ടും അകത്തേക്ക് കയറി വന്ന് ഗണ്ണ് വീണ്ടും എയിം ചെയ്യുമ്പോഴേക്ക് അവൾ സീറ്റിനടിയിലേക്ക് പോയി കളയും. എടി കള്ള കുരുപ്പേ, നിന്നെ ഞാൻ കാണിച്ച റെഡിയെന്ന് അങ്ങേര് പറഞ്ഞ് അങ്ങോട്ട് കയറാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നീന്നൊരു ഷോട്ട് ഹീറോ അങ്ങേർക്ക് കൊടുക്കുന്നത്. വേദന കൊണ്ട് അങ്ങേര് നിന്നെ എല്ലാ കൊലപാതകത്തിലും ഞാൻ പെടുത്തൂടാന്ന് പറയുന്ന നേരം ഹീറോ 2 ഷോട്ടും കൂടെ കൊടുക്കും. എന്നാൽ അങ്ങേര് തന്നെ കൊലയായി പോകും, മരിച്ചു പോകും. എന്നിട്ട് ഓടി വന്ന് മകളെ കെട്ടിപ്പിടിക്കുന്ന നേരം ലേഡിയാണെങ്കിൽ പീറ്റർ ചേട്ടനെല്ലാം അടിച്ചിട്ട് എഴുന്നേറ്റ് ഗണ്ണെടുത്ത് ഹീറോയുടെ നേരെ എയിം ചെയ്ത് നിൽക്കുകയാണ്. പെട്ടെന്നാണ് പീറ്റർ ചേട്ടൻ കയ്യിൽ കിട്ടി എന്തോ ഒരു സാധനം വെച്ച് അവളുടെ കാലിനിട്ട് ഒരൊറ്റ അടി കൊടുക്കുക. താഴെ വീഴുന്ന അവള് ഇത് എന്ത് തേങ്ങയാന്ന് വിചാരിക്കുമ്പോഴേക്ക് അവളുടെ തലക്കും കിട്ടും ഒരൊറ്റ അടി. അവളുടെ ബോധം പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് പീറ്റർ ചേട്ടന്റെ കയ്യിൽ അങ്ങേരുടെ കാല് തന്നെയാണ്, അങ്ങേരുടെ വെപ്പ് കാലാണ് ഇരിക്കുന്നത്. നേരത്തെ നമ്മൾ പീറ്റർ ചേട്ടന്റെ കടയിലുണ്ടായിരുന്ന ബോർഡിൽ കണ്ടതാണ് അങ്ങേർക്ക് ഭിന്നശേഷി ഉണ്ടെന്ന്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഹോട്ടലിന്റെ അയൺ റൂമിലേക്ക് വന്നപ്പോൾ അങ്ങേര് നടക്കുന്ന കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങേർക്ക് കാലിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അത് വെപ്പുകാലാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അവസാനപ്പോൾ ലേഡി അങ്ങേരെ ഷൂട്ട് ചെയ്തിട്ടുള്ളതും അങ്ങേരുടെ വെപ്പ് കാലിനാണ്. അതുകൊണ്ട് തന്നെ അങ്ങേർക്കൊന്നും പറ്റില്ല, അങ്ങേരിപ്പോൾ ഓക്കെയാണ്. ഹീറോയും കാര്യങ്ങളെല്ലാം ഓക്കെയാണെന്ന് മനസ്സിലാകുന്ന നേരം മകളെ കെട്ടിപ്പിടിക്കും. അവളെ കിട്ടില്ലാന്ന് വിചാരിച്ചെടുത്ത് നിന്ന് കിട്ടിയതാണ്. അവൾക്ക് അച്ഛനെയും അങ്ങനെയാണ്, അച്ഛൻ അവളെയും അങ്ങനെയാണ്. എന്തായാലും ന്യൂസിലെല്ലാം വന്നു കഴിഞ്ഞു കെട്ടിയോനാണ് ഗവർണറുടെ കൊലപാതകത്തിന് പിന്നിലെല്ലാം കളിച്ചതെന്ന്. അങ്ങനെ കെട്ടിയോൻ പെട്ടു. അതേസമയം ഇതിന്റെ എല്ലാം പിന്നിൽ കളിച്ചൊരു തലയില്ലായിരുന്നോ കുറച്ച് പ്രായമായ മനുഷ്യൻ. അങ്ങേരിപ്പോൾ സേഫാണ്, കാരണം അങ്ങേര് ഇതിലുണ്ടെന്ന് ആർക്കും അറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ അങ്ങേരും പിടുമെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം സേഫാണ്. അങ്ങേര് മെല്ലെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന നേരം അങ്ങേർക്കായിട്ട് ഒരു കാർ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങേര് ആ കാറിൽ കയറിയിട്ട് മെല്ലെ അവിടുന്ന് യാത്രയാവും. അങ്ങനെ അങ്ങേര് പോകുന്ന കാറും കാണിച്ചുകൊണ്ട് നിക്ക് ഓഫ് ടൈം എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. വളരെ പാടുപെട്ട് ചെയ്യേണ്ട ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് ഈ സിനിമയിൽ കാണിച്ചു തന്നു. ഇപ്പോഴത്തെയൊക്കെ ഒരു സിനിമയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിച്ചു തരും. അവർ കുറച്ചുകൂടെ സിനിമയിൽ എഫേർട്ട് ഇടും. പക്ഷേ ഈ സിനിമ കുറച്ച് സിമ്പിളായിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ശരിക്കും ഇതുപോലൊന്നും നടക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ കാണിച്ച പോലെയാണ് ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും 1995 ഇറങ്ങിയ പഴയ സിനിമയല്ലേ, എനിക്ക് എന്തായാലും ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.